ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് തിരക്കിലൊരു ദിവസമായിരുന്നു. ഇന്ന് കുറച്ച് സ്നാക്സിൻ്റെ ഫ്രീസ് ചെയ്യാൻ പറ്റിയ സ്നാക്സ് റെസിപ്പീസ് റമദാനിന് ചെയ്യുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം എടുത്തിട്ടില്ല 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. അതാദ്യം വേവിച്ചിട്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചതാണ്. പിന്നെ ഇതിൽ മെൻഷൻ ചെയ്ത പോലെ ക്യാപ്സിക്കമൊക്കെ ഇട്ടിട്ട് മസാലപ്പൊടിയെല്ലാം ഇട്ടിട്ട് ഒന്ന് സോഫ്റ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് പിന്നെ 1 ടേബിൾ സ്പൂൺ പെരി പെരി സോസും കൂടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ലൈറ്റായിട്ടുള്ള ഒരു മൈൽഡ് ടേസ്റ്റ് മാത്രമാണ് ഇത്. കൂടുതലൊന്നും അങ്ങനെ ഓവറായിട്ടുള്ള മസാല അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ആക്കാൻ പറ്റുന്നത്. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇത് എന്താ പറയുക, ഒരു പാത്രത്തിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് തണിഞ്ഞ് കഴിഞ്ഞാൽ മയോണൈസ് ചേർത്തിട്ട് ഇങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് സ്പ്രിംഗ് റോളിനുള്ള ഫില്ലിംഗ് ആണ്. ഇതിന് വേണ്ടിയിട്ട് 500 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഈ മസാലപ്പൊടിയെല്ലാം ചേർത്ത് തിക്ക മസാല, റെഡ് ചില്ലി പൊടി, സോൾട്ട്, ജീരകപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് മിക്സാക്കി കൊടുക്കുക. 1/2 കപ്പ് തൈരും കൂടി ചേർക്കുന്നുണ്ട് ഇവിടെ. എല്ലാം കൂടിയിട്ട് ഒന്ന് മാരിനേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറുനാരങ്ങയും ഇതെല്ലാം കൂടിയിട്ട് 1 കപ്പ് ഓയിലും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം ഇത് നല്ലോണം മാരിനേറ്റ് ആക്കി വെക്കാം. തൈര് എല്ലാം ചേർക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടാവും ചിക്കൻ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഫ്രൈ ചെയ്യുന്ന പാത്രത്തിൽ തന്നെ ഞാൻ കവർ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ആക്കാൻ വെക്കുന്നതാണ്. എന്നിട്ട് അത് ഒന്നും ചേർക്കൊന്നും വേണ്ട. എന്നിട്ട് അതിങ്ങനെ സോഫ്റ്റായിക്കഴിഞ്ഞാൽ കുക്കായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ട് ഇങ്ങനെ ചിക്കി എടുക്കാമെന്നെല്ലാം പറയുന്നില്ലേ, അപ്പോൾ അങ്ങനെ അത് മാത്രം എടുത്തിട്ട് മാറ്റി വെക്കുന്നത്. എന്നിട്ട് പിന്നെ വേറൊരു പാത്രത്തിലേക്ക് ക്യാബേജ്, ക്യാരറ്റ്, നിങ്ങൾ ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ആഡ് ചെയ്യുക. അപ്പം നോർമലി ഇപ്പം നമ്മൾ ഇതൊക്കെയാണല്ലോ ചേർക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 1/2 കപ്പിൻ്റെ 3 കളറിലെ ക്യാപ്സിക്കം. ഇപ്പം നിങ്ങൾക്കിപ്പം സാധാരണ പച്ച മാത്രം ചേർക്കുന്നതെങ്കിൽ അതും കൂടി ചെയ്യാം. ഞാനിപ്പോൾ എല്ലാം ചേർക്കുന്നുണ്ട്. ഉപ്പും കുരുമുളകും റെഡ് ചില്ലി പൊടിയൊക്കെ ഫ്ലേക്സൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതും സോയാ സോസും കൂടി ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കാം. പിന്നെ സോയാ സോസൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾ എല്ലാ റെസിപ്പീസിലും ജസ്റ്റ് എപ്പം ലാസ്റ്റ് ഒന്ന് ഉപ്പ് ശ്രദ്ധിക്കണം, കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇത് സൈഡാക്കി വെക്കാം. ഇനി അടുത്ത മൂന്നാമത്തെ ഫില്ലിങ് ഞാൻ പറയുന്നത് സമൂസ ഫില്ലിങ്. ഇതിന് വേണ്ടിയിട്ട് നല്ല ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. ഗാർലിക്കും വെളുത്തുള്ളി ചെറുങ്ങനെ അരിഞ്ഞത്, 2 മീഡിയം സൈസ് ഉള്ളിയും കൂടി ചേർത്തിട്ട് നല്ലോണം സോഫ്റ്റാക്കി കൊടുക്കുക. ഇത് സോഫ്റ്റാന്ന് വെച്ചാൽ കളർ മാറുന്ന വരെ മാത്രമേ ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നില്ലൂ. അതിലേക്ക് ഞാൻ പച്ചമുളക്, നല്ല സ്പൈസിയിലെ പച്ചമുളക് എൻ്റെ കയ്യിലില്ലത്, അപ്പോൾ ഞാൻ ഒന്നേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾ നോക്കിയിട്ട് അത് ചേർത്താൽ മതി. പിന്നെ ഞാനിതിപ്പം ബോൺലെസ് മിൻസ് ചിക്കനാണ്. 400 ഗ്രാം ഏകദേശം ഉണ്ടാവും. ചിക്കൻ മിൻസ് എന്ന് പറഞ്ഞാൽ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ഇതാക്കിയാൽ മതി, മിക്സ് ചെയ്ത് ചോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ സോൾട്ട്, പെപ്പർ, റെഡ് ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ടിട്ട് റെഡ് ചില്ലി സോസും സോയാ സോസൊക്കെ ചേർത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. മിക്സാക്കി കൊടുക്കുക. നമ്മൾ സോസ് അത്രയും ഞാൻ ചേർക്കുന്നില്ല, കുറേ അങ്ങനെ കൂടുതലായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാ ഫില്ലിങ്ങും മൈൽഡ് ടേസ്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇത് കുക്കാക്കി എടുക്കുക. കുക്കാക്കി എടുക്കുമ്പോൾ മിൻസ് ആയതുകൊണ്ട് വേഗം ഇത് കുക്കായി കിട്ടും. അപ്പോൾ നല്ലോണം ചെറിയ പീസായിട്ടാണ് ചിക്കി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പീസ് നന്ന് വലുതായിരുന്നെങ്കിൽ ആ ടൈമിനെ നിങ്ങൾക്ക് ചെറുതാക്കി കൊടുക്കുന്നിട്ട് സൈഡാക്കി വെക്കുക. ഇതിപ്പോൾ 4ാമത്തെ പാറ്റീസിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങാണ്. അപ്പോൾ നമ്മൾ പാസ്തയിലാക്കുന്ന പോലെ തന്നെ ബട്ടറിൽ ഗാർലിക് ഇട്ടിട്ട് നല്ലോണം സോഫ്റ്റാക്കി കൊടുക്കുക, ആ ഒരു പച്ച മണം പോകുന്നവരെ. എന്നിട്ട് ഇതിലേക്കാണ് ഞാനിപ്പം ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത്. 2 മീഡിയം സൈസ് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് സോഫ്റ്റാകുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ആ ഒരു കളറ് മാറുമ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ ചേർക്കാം. നോർമലായിട്ട് എല്ലാ ഫില്ലിങ്സും ഞാൻ ഏകദേശം സെയിം തന്നെ മസാലപ്പൊടിയെല്ലാം ചേർക്കുന്നത്. കുരുമുളകും ഉപ്പും റെഡ് ചില്ലി ഫ്ലേക്സാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നോക്കിയിട്ട് ജീരകം ചേർത്താൽ മതി. ഇതിൽ എന്നിട്ട് പിന്നെ 500 ഗ്രാം ചിക്കൻ ഷ്രെഡ് ചെയ്തതാണ്. കൈ കൊണ്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. ഞാൻ ഗ്രൈൻഡറിലിട്ടിട്ടൊന്നും ചിക്കൻ ഇങ്ങനെ പേസ്റ്റ് ആക്കാറില്ല. കാരണം കൈ കൊണ്ട് ആക്കുന്നത് ഗ്രൈൻഡറിലിട്ടിട്ട് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അത് മിക്സായി വരുമ്പോഴത്തേക്കന്നെ ഒരു സ്പൂണിൻ്റെ അത്ര പൊടിയും ചേർക്കാം. മൈദപ്പൊടിയാണ്. അത് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് ഫുൾ എല്ലാ സ്ഥലത്തും നല്ല കോട്ടിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ആ സമയത്താണ് ഞാൻ 1/2 കപ്പ് പാല് ഇതിലേക്ക് ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ഇത് വേഗം കട്ടിയായി നല്ല പേസ്റ്റ് രൂപത്തിൽ വരും. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് ഓഫാക്കി കൊടുക്കുക. ഉപ്പും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇത് ഈ ഫില്ലിങ്ങിന് ഇത്രയേ ഉള്ളൂ. ഒരു പേസ്റ്റ് പോലെ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ സോയാ സോസും ഗ്രീൻ ചില്ലി സോസും കൂടിയാണ് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ
പാറ്റീസിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം എല്ലാ ഫില്ലിങ്ങും നല്ലോണം തണയാൻ വെക്കണം. എല്ലാം ആറിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇപ്പം കടികളൊക്കെ ഞാൻ ചെയ്ത് വെക്കുന്നില്ലൂ. അപ്പോൾ ഫസ്റ്റിൻ്റെ റോളിൻ്റെതാണ്. അപ്പോൾ റോളിൻ്റെതിന് ഞാനിങ്ങനെ പേസ്ട്രി ഷീറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഹോം മെയ്ഡ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മളിപ്പം എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള റോൾ ഷീറ്റ് എടുത്തിട്ട് റെഡിയാക്കി വെക്കാം. ഞാനിപ്പോൾ മൈദ പേസ്റ്റ് യൂസ് ചെയ്തിട്ട് നോർമലിയാണ് ഇത് ചെയ്യുന്നത്. ഇതെല്ലാം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ ആക്കി വെച്ചാൽ നമ്മൾ നോമ്പിൻ്റെ ടൈമിന് കൂടുതൽ ടൈം കിച്ചണിൽ സ്പെൻഡ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് സ്പെഷ്യലായിട്ടുള്ള സ്നാക്സാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് എല്ലാം കൂടിയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഇത് ചെയ്ത് വെക്കാം. ഫില്ലിങ്ങൊക്കെ റെഡി ആകുന്നെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ റാപ്പ് ചെയ്തിട്ട് ഞാൻ ഒരു ട്രേയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ നോമ്പിന് എപ്പോഴും നമ്മൾ കടികളൊക്കെ ഏകദേശം റെഡിയാക്കി വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. നമ്മൾ ഇബാദത്ത് ചെയ്യാനും പടച്ചോനോടുള്ള ദുആ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ആക്കേണ്ട ഒരു മാസമാണല്ലോ. അപ്പോൾ കൂടുതലായിട്ട് കിച്ചണിൽ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അടുത്തത് ഞാൻ പറയുന്നത് ഇതിപ്പം പാറ്റീസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഫ്രഷ് ബ്രെഡ് തന്നെ എടുക്കാൻ റോൾ ചെയ്തിട്ട് ഏതെങ്കിലും കട്ടറോ ഗ്ലാസ്സോ ആയിട്ട് ഉണ്ടെങ്കിൽ അത് റൗണ്ട് ഷേപ്പിൽ വേണ്ടിയിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രഷ് ബ്രെഡ് തന്നെ യൂസ് ചെയ്യുക. പാറ്റീസിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങാണ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ള ഒരു ടേബിൾ സ്പൂണിന് ഏകദേശം ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ട് മാത്രം അത് ചില സമയം ഫില്ലിങ് കൂടിയാൽ പിന്നെ നമുക്കത് പ്രസ് ചെയ്ത് കിട്ടാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് സൈഡൊക്കെ വെള്ളത്തോടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. പിന്നെ ഫ്രഷ് ബ്രെഡ് ആകുമ്പോൾ വേഗം അത് സീൽ ചെയ്യാൻ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ പൊടിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുന്നതാണ്. ചീസാകുമ്പം അതങ്ങനെ നിൽക്കുകയും ചെയ്യും. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഫ്രൈ ചെയ്തിട്ട് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് കഴിക്കുമ്പോൾ തന്നെ ഒരു എരിവും അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ കുട്ടികൾക്കെല്ലാം പ്രത്യേകിച്ച് നോമ്പിൻ്റെ ടൈമിൽ നമുക്ക് കൂടുതൽ സ്പൈസ് വേണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് ഇത് നല്ലൊരു കടിയും കൂടിയാണ്. അപ്പോൾ ഈ സൈഡിലെ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, ഇതിനിപ്പോൾ ഞാൻ റോളിന് വേണ്ടിയിട്ടാണ് കണിക്കുന്നത്. ജസ്റ്റ് ഒരു ബ്രെഡ് റോളുണ്ട്. അപ്പോൾ ആ റോളിന് വേണ്ടിയിട്ട് മറ്റേ ഫില്ലിങ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഫില്ലിങ്ങാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചീസും വെക്കുന്നുണ്ട്. അത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇങ്ങനെ ചീസ് കുറച്ച് വെച്ചാൽ മതി, കാരണം അത് എന്തായാലും ഈ ബ്രെഡ് റോൾ ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ സ്ലൈസ് ബ്രെഡാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്രയും ഫസ്റ്റിൽ ഞാൻ കൂടുതൽ ഇട്ടുകൊണ്ട് അത് ശരിയായിട്ടില്ല. സെക്കൻഡിൽ എനിക്ക് പിന്നെയും ഈ ഒരു ഇതിലെ ജസ്റ്റ് ഒരു ഫോൾഡ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അത് വെള്ളം കൊണ്ടിങ്ങനെ സീൽ ചെയ്തെടുക്കുന്നതാണ്. മൈദ പേസ്റ്റ് ആഡ് ചെയ്യേണ്ട, കാരണം മൈദ പേസ്റ്റിൻ്റെ സീലിംഗ് വരുമ്പം ബ്രെഡും മൈദയും കൂടിയിട്ട് ആകുമ്പം അത് വേഗം സോഗി ആയിട്ട് വരുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒരു വെള്ളം കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. പിന്നെയുള്ളത് സമൂസൻ്റെ ഫില്ലിങ്ങാണ്. അതും ഞാൻ ഷീറ്റായിട്ട് എടുത്തിട്ടുള്ളത്. ഹോം മെയ്ഡ് ഷീറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അത് തീർന്നു പോയി. ഇതിപ്പം വീട്ടിൽ ഇപ്പം ഞാൻ വാങ്ങിയ ഷീറ്റാണ്. അപ്പോൾ അതും കൂടി റെഡിയാക്കുന്നുണ്ട്. മിൻസ് മീറ്റിൻ്റെ സമൂസാസാണ് റെഡിയാക്കുന്നത് ഇവിടെ. നമ്മൾ സാധാരണ മലബാറിൽ നിന്നെല്ലാം പറയുമ്പോൾ നമ്മൾ കുറേ ഉള്ളി മസാലയൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു നോർമലാണല്ലോ. ഇപ്പോൾ ഇതൊരു വ്യത്യാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് മിൻസ് മീറ്റിൻ്റെ സമൂസ റെഡിയാക്കുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ അധികം സ്പൈസ് ഒന്നും ഇല്ല. ജസ്റ്റ് എല്ലാ കടികളും ഇപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്നത് സംതിങ് ഡിഫറെൻ്റ് ആണ്. എല്ലാം വ്യത്യാസമുള്ള കടികളാണ്. അപ്പം ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചിന്. അപ്പോൾ ഇതും കൂടി റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഡിഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കടികളെല്ലാം സ്പെഷ്യലായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു ഫീഡ്ബാക്കും കൂടി അറിയിക്കാം. അപ്പോൾ നമ്മളെ ഫ്രീസർ ഐറ്റംസൊക്കെ ഇങ്ങനെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എല്ലാം ഒരേ ടേസ്റ്റും അല്ല, എല്ലാം വ്യത്യാസമായിട്ട് ചെയ്തുകൊണ്ട് നീറ്റായിട്ടാണ് നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാക്കിംഗ് കവേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ റെഡിയാക്കി വെക്കാം. പിന്നെ എൻ്റെ അടുത്ത് കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഈ പ്രാവശ്യം ഞാൻ നോമ്പിന് മുമ്പേ തന്നെ എല്ലാ സൈസിലെ കണ്ടെയ്നേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ആക്കി വെച്ചാലും കുറച്ച് ഈസി ആവുമല്ലോ നമ്മൾ ഈ ഒരു ടൈപ്പ് കണ്ടെയ്നർ ആകുമ്പോൾ. അപ്പം ബ്രെഡിൻ്റെത് ആദ്യം മൈദ പേസ്റ്റും ബ്രെഡ് ക്രംസും കൂടിയിട്ടാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാറ്റീസും ബ്രെഡിൻ്റെ റോൾസും കൂടിയിട്ട് അത് രണ്ടും കൂടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് കാണിക്കുന്നത് ഞാൻ ഈ 2 കഷ്ണം എടുത്തിട്ട് ഓരോന്ന് ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ട് വീട്ടിലിങ്ങനെ പൊരിച്ചിട്ട് എടുക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഈ ബ്രെഡിൻ്റെ ഇത് നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ പൊരിക്കുക, പക്ഷേ പൊരിച്ച് കഴിയുമ്പോഴേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മയനീസും ചീസൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ആക്കി വെക്കണ ചൂടോടെ തന്നെ കഴിക്കണം. ഈ പ്രത്യേകിച്ച് ഈ ബ്രെഡിൻ്റെ സ്നാക്ക് എന്ന് പറയുമ്പം അത് കുറച്ച് കഴിയുമ്പോഴേക്ക് അതിൻ്റെ ഒരു തണിഞ്ഞ ടേസ്റ്റ് ആകുമ്പം അത് വ്യത്യാസം വരുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഇവിടെ ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ നോമ്പിനേക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. റോൾസും ഇതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും കടികൾ ഞാൻ ഉണ്ടാക്കി. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാടമം ചായയും കൂടി ഉണ്ട്. എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഈ ഏലക്കായൻ്റെ ചായ. അപ്പോൾ അതും കൂടി ഞാൻ കഴിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് സ്റ്റീൽ ഗ്ലാസ്സാണ്. എനിക്ക് എന്തോന്നറിയില്ല, ഈ ചെറിയ സ്റ്റീൽ ഗ്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത റെസിപ്പി വരുന്നവരെ കാണാം.